അഭിഷേക്, തൃശ്ശൂരിൽ ചാമ്പയ്ക്ക നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് 6 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കി കുളത്തിൽ ചവിട്ടി താഴ്ത്തി. ഇതിൽ പ്രതിയായിട്ട് വരുന്നത് 19 വയസ്സുകാരനായ ജോജോയാണ്. അയാളെ അറസ്റ്റൊക്കെ ചെയ്തു. പക്ഷേ അയാൾ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്ന സമയത്ത് ജനങ്ങൾക്കിടയിലൂടെ പുഞ്ചിരിച്ചുകൊണ്ടാണ് അയാൾ നടന്നു നീങ്ങിയത്. ആളുകൾ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് അയാൾക്ക് നേരെ നടത്തുന്നത്. എന്താണ് ആ കേസിന്റെ ഒരു വിശദാംശം? ജനങ്ങൾക്ക് തീർച്ചയായും അത്തരത്തിലൊരു രോഷപ്രകടനം നടത്തേണ്ട കാലഘട്ടമാണ്. കാരണം നീതിന്യായ വ്യവസ്ഥയോട് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഒരു നീതിന്യായ വ്യവസ്ഥയോട് ജനങ്ങൾക്ക് വളരെ കാലമായി അവമതിപ്പാണ്. കാരണം ഒരാളെ കൊന്നതിന് ശേഷം പിന്നീട് പുറത്തിറങ്ങി വീണ്ടും അത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യാൻ അയാളെ പ്രേരിപ്പിക്കുന്നത് ഈ നിയമത്തിൻ്റെ ഒരു പരിരക്ഷയാണ്. അത്തരത്തിൽ ഈ ഒരു അവസരത്തിലാണ് ശങ്കരനാരായണൻ എന്ന പിതാവിനെ കൂടി ഓർമ്മിക്കേണ്ടത്. കാരണം കൃഷ്ണപ്രിയ എന്ന 13 വയസ്സുകാരിയെ പിച്ച് ചീന്തിയ മുഹമ്മദ് കോയ എന്ന നരാധമനെ ഇരട്ടക്കുഴൽ തോക്കിന് വെടിവെച്ച് കൊന്ന് ക്ഷേത്രക്കിണറ്റിൽ ഇട്ടിട്ട് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ആച്ചൻ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം നീതി നിഷേധത്തിനെതിരെ ഒരു പ്രതിഷേധമായിട്ട് തൻ്റെ മകളുടെ ഘാതകനെ അവസാനിപ്പിച്ചു, ജയിലിലേക്ക് പോയി. എന്നാൽ കോടതി അദ്ദേഹത്തെ പിന്നീട് വെറുതെ വിടുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ ഈ ഒരു ജോജോ ആൻ്റണി എന്ന 19 വയസ്സുകാരൻ അയാൾ ഈ ആളുകൾക്കിടയിലൂടെ ഈ കൃത്യം നടത്തിയ സ്ഥലത്തേക്ക് എത്തിക്കുമ്പോഴും അയാളുടെ മുഖത്ത് പശ്ചാത്താപത്തിൻ്റെ ഒരു കണിക പോലും അവശേഷിക്കുന്നില്ല. അയാൾ കൂളായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് താൻ എങ്ങനെയാണ് ഈ കൃത്യം ചെയ്തത്, എന്തിനാണ് ഇത് ചെയ്തത് എന്നൊക്കെ വളരെ ലാഘവത്തോടെയാണ് അയാൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തുന്നത്. അപ്പോൾ പിന്നെ അവിടെ കൂടുന്ന കേവലം 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് ഇരയാക്കി, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിനെ നിർബന്ധിക്കുകയും അത് നിരസിക്കുകയും ചെയ്തതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിക്രൂരമായ രീതിയിലാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ 10-ാം തീയതി തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്ത് കുഴൂരിൽ. അവിടെ ഈ കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ 1 മാസം മുൻപാണ് ഗൾഫിലേക്ക് ജോലിക്കായി പോയത്. 2 മക്കളാണ് ആ കുടുംബത്തിൽ ഈ 2 ദമ്പതികൾക്കുള്ളത്. അപ്പോൾ അതിൽ ഇളയ മകനാണ് ഈ മരണപ്പെട്ട കുട്ടി. ആ കുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല, പോസ്കോ പരിധിയിൽ വരുന്ന ഒരു കേസായതുകൊണ്ട് നമ്മളും പേര് പറയുന്നില്ല. ഈ കുട്ടി താനിശ്ശേരിയിലെ ഒരു സ്കൂളിൽ UKG വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇത് അവധിക്കാലമാണ്. പ്രത്യേകിച്ച് ഈ അവധിക്കാലത്ത് സ്കൂളിലേക്ക് പോകാതെ കുട്ടികളെല്ലാം കളിച്ച് നടക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് തന്നെ ആണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ തീർച്ചയായും രക്ഷിതാക്കൾ അവധിക്കാലമാണ്, അവർ പുറത്ത് കളിച്ച് നടക്കും എന്നൊരു മുൻധാരണ വിട്ട് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിലൊരു ശ്രദ്ധ ഉണ്ടാവേണ്ടത് ഈ കാലത്തിൻ്റെ അനിവാര്യതയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ വീടിന് സമീപം ഒരു പാടശേഖരമൊക്കെ ഉണ്ട്. സ്വർണ്ണപ്പള്ളം എന്നാണ് ഈ മേഖലയുടെ പേര്. അപ്പോൾ പിതാവ് ഗൾഫിലാണ്, അമ്മയും സഹോദരിയും മാത്രമുള്ള ഒരു വീട്. ഈ വൈകിട്ട് 5:30 ഈ കുട്ടി വീടിന് പുറത്ത് കളിച്ച് നിൽക്കുമ്പോൾ ആണ് ഈ ജോജോ ആൻ്റണി എന്ന ഈ കേസിലെ പ്രതി ഇയാൾ ഈ വീടിന് സമീപത്തേക്ക് എത്തുകയും ഈ കുട്ടിയെ ഈ ജാതിത്തോട്ടത്തിനിടയ്ക്ക് ഒരു ചാമ്പങ്ങ മരമുണ്ട്. ഈ ചാമ്പങ്ങ മരം ഏകദേശം വിജനമായൊരു പ്രദേശമാണ്. ഈ പ്രദേശത്തേക്ക് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയും താൻ ചാമ്പങ്ങ പൊട്ടിച്ച് തരാം എന്ന വാഗ്ദാനം ഈ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു. അതുകൂടാതെ അവിടെ ഒരു ജലാശയമുണ്ട്, അപ്പോൾ അതിൽ നിന്ന് മീൻ പിടിച്ചു കൊടുക്കാമെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഇയാളുടെ വാക്ക് വിശ്വസിച്ച് ചേട്ടൻ്റെ പ്രായമുള്ള ചേട്ടാ എന്നൊക്കെ വിളിക്കുന്ന ഒരാളാണ്. കാരണം ഈ കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലത്ത് ഇയാൾ പതിവായി പോകാറുണ്ടായിരുന്നു. അവിടെയുള്ള ക്രിക്കറ്റ് കളിയിലൊക്കെ സജീവമായി പങ്കെടുക്കാറുണ്ടായിരുന്ന ഒരാളാണ് ഈ ജോജോ ആൻ്റണി. അപ്പോൾ ജോജോയുടെ പിന്നാലെ ഈ കുട്ടി നിഷ്കളങ്കനായ 6 വയസ്സ് മാത്രം പ്രായമുള്ള UKG വിദ്യാർത്ഥി അയാളോടൊപ്പം പോയി ചെല്ലുന്നത് ഇയാളൊഴിഞ്ഞ ഒരു ജാതിക്കാത്തോട്ടമാണ്. ഈ ജാതിക്കാത്തോട്ടത്തിലെ ഒരു ജലാശയമുണ്ട്. അതിന് ജലാശയം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെളിക്കുണ്ടാണ്. ഈ ചെളിക്കുണ്ട് മനുഷ്യ വിസർജ്യമടക്കം കൊണ്ടുചെന്ന് തള്ളുന്ന വളരെ വൃത്തികെട്ടൊരു അന്തരീക്ഷത്തിലുള്ള ഒരു ജലാശയമാണ് ചെളിക്കുണ്ട്. ഈ ചെളിക്കുണ്ടിന് സമീപത്തെത്തിയതിന് ശേഷം ഇയാളെ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഈ കുട്ടിയുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റാൻ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം ഒരു പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് ഈ കുട്ടിയെ ഇരയാക്കാൻ ഇയാൾ ശ്രമം നടത്തി. ഈ കുട്ടിയെ ഇത് നിരസിച്ചു. ഈ നിരസിച്ചതിലുള്ള വൈരാഗ്യം, അതോടൊപ്പം ഈ കുട്ടി മറ്റൊന്നുകൂടി പറഞ്ഞു, താനിത് വീട്ടിൽ പോയി അമ്മയോട് പറയും. ഇതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. ഈ കുട്ടി വീട്ടിലേക്ക് പറഞ്ഞാൽ തനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, തനിക്ക് എന്തൊക്കെ ഉണ്ടായേക്കും എന്ന് അയാൾ ആ നിമിഷത്തിൽ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആ കുട്ടിയെ കൊലപ്പെടുത്താനെന്നുള്ള ഒരു തീരുമാനം പെട്ടെന്നൊരു സെക്കൻഡിൽ ആ ഒരു തീരുമാനത്തിലേക്ക് അയാൾ എത്തുകയും ഈ കുട്ടിയെ തള്ളി ഈ ജലാശയത്തിലേക്ക് ചെളിക്കുണ്ടിലേക്ക് ഇടുകയുമാണ് ഉണ്ടായത്. ഈ ചെളിക്കുണ്ടിലേക്ക് ഇട്ടു. ഈ കുട്ടി അതിൽ നിന്ന് കയറി വരാനുള്ള ശ്രമം നടത്തുന്നു. അതിനുശേഷം വീണ്ടും ഇയാളെടുത്ത് ഈ കുട്ടിയെ ചെളിക്കുണ്ടിലേക്ക് തന്നെ ഇടുന്നു. വീണ്ടും ആ കുട്ടി രക്ഷപ്പെടാൻ ശ്രമം നടത്തുമ്പോൾ ഇയാൾ ഈ കുട്ടിയുടെ ചവിട്ടി താഴ്ത്തി ഈ കുട്ടിയുടെ മരണം ഉറപ്പാക്കിയതിന് ശേഷം സമീപത്തുള്ള
ജാതി മരത്തിലേക്ക് കയറിയിരുന്ന് ജാതിക്ക പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി. എന്നിട്ട് ഏകദേശം 10-ാം തീയതി വൈകിട്ട് 6-8ഓടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം 7 മണിയോടെ ഈ കുട്ടിയെ കാണാനില്ല എന്നൊരു വാർത്ത നാട്ടിലേക്ക് പരക്കുന്നു. നാട്ടുകാർ വാർഡ് മെമ്പർ സേതുമോൻ ചിറ്റോത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, വാർഡ് മെമ്പറെ അറിയിക്കുകയും മാള പോലീസിലേക്ക് ഈ വിവരം കൈമാറുകയും ചെയ്തു. അതുപ്രകാരം ഈ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു പ്രദേശം കേന്ദ്രീകരിച്ചപ്പോൾ ഈ ജോജോ ആൻ്റണി ആ ഒരു പ്രദേശത്ത് നിന്ന് എങ്ങോട്ടും പോയില്ല. ഇയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ കുട്ടിയെ കണ്ടെത്താനുള്ള നാട്ടുകാരുടെ ദൗത്യത്തിൽ ഇയാളും പങ്കാളിയായി. അങ്ങനെ നാട്ടുകാരോടൊപ്പം എല്ലായിടത്തും നടന്ന് ഈ കുട്ടിയെ അന്വേഷിക്കുന്നു. ഏറെ നേരം കഴിഞ്ഞ് ഒരു പരിശോധന വിഫലമാകുമ്പോൾ സമീപത്തുള്ള ഈ ജലാശയത്തിലേക്ക് പരിശോധനയ്ക്ക് പോകുന്ന ആളുകളാണ് ഇവിടെ ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇത് കണ്ടെത്തുന്നതിന് മുൻപ് ഈ സേതുമോൻ എന്ന പഞ്ചായത്ത് മെമ്പർക്ക് ഈ ജോജോൻ്റെ പെരുമാറ്റത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഇയാളുടെ പശ്ചാത്തലം അങ്ങനെയാണ്. ഇയാൾ മുൻപ് ഈ 19 വയസ്സ് മാത്രമുള്ള ഒരാൾ ആണ് ഇയാൾ. അപ്പോൾ ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപ് 6 മാസത്തോളം ഇയാൾ കാക്കനാടുള്ള ഒരു കറക്ഷണൽ ഹോമിൽ തടവ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ആളാണ്. കാരണം അതിന് മുൻപൊരു ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇയാൾ അറസ്റ്റിലാകുന്നതും പിന്നീട് കറക്ഷണൽ ഹോമിലെ വാസമൊക്കെ കഴിഞ്ഞ് പിന്നീട് നാട്ടിലെത്തുന്നു. അതിനു മുൻപ് തന്നെ ഇയാളുടെ പെരുമാറ്റത്തിലടക്കം വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇയാളുടെ അമ്മ ഒരു മാനസിക രോഗിയാണ്. ആ ഒരു ചുറ്റുപാടിലാണ് ഇയാൾ വളർന്നു വന്നത്. അമ്മ മാനസിക രോഗിയാണ്, അച്ഛനും ജ്യേഷ്ഠനും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇയാളുടേത്. ഇയാളുടെ കസിൻ്റെ വീടാണ് ഈ മരണപ്പെട്ട കുട്ടിയുടെ വീടിന് സമീപത്തുള്ളത്. ഈ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബ വീട് ജോജോൻ്റെ വീടിന് സമീപത്താണ്. ആ ഒരു പരിചയമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ചേട്ടൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ബന്ധം. കൂടാതെ ഇയാളെ 1/11/2024 ഇയാളെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ മാതാപിതാക്കൾ മാള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിനു മുൻപും ഇയാളെ പതിവായി ഇടയ്ക്കിടയ്ക്ക് പ്രദേശത്ത് നിന്ന് കാണാതാകുന്നു. അതിനുശേഷം ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു അനിശ്ചിതത്വം ഇയാളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പതിവായി കാണാതാകുന്ന ഒരാളാണ് ഇയാൾ. പിന്നീട് ഇയാളുടെ ഒരു പ്രാവശ്യം കാണാതായി പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇയാളെ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന ഇയാളിൽ പ്രകടമായ കുറേ മാറ്റങ്ങൾ നാട്ടുകാർ തന്നെ ശ്രദ്ധിച്ചിരുന്നു. കാരണം അയൽവക്കത്തെ വീടുകളിലെ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരിക്കുക, അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു സ്വഭാവം ഇയാൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ നാട്ടുകാർ തന്നെ ഇയാളെ ഒറ്റപ്പെടുത്താനും തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇയാൾ മൈക്ക് സെറ്റ് ജോലിയുമായി ബന്ധപ്പെട്ട ജോലികളാണ് ചെയ്തു വന്നിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ അത്യാഡംബരമായ വസ്ത്രങ്ങളും പാദരക്ഷകളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനുള്ള പണം എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് മൈക്ക് സെറ്റുമായി ബന്ധപ്പെട്ട ജോലിയാണ് താൻ ചെയ്യുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് താൻ ഇത്തരത്തിൽ ജീവിക്കുന്നതെന്നൊരു മറുപടിയാണ് ഇയാൾ പറയുന്നത്. പക്ഷേ അതിനുശേഷമാണ് 6 മാസത്തിന് ശേഷം ഈ ഒരു ബൈക്ക് മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ അറസ്റ്റിലാകുന്നതും ഇയാളുടെ പശ്ചാത്തലവും ഇയാൾ എങ്ങനെയാണ് ധനസമ്പാദനം നടത്തുന്നതെന്നുള്ള കാര്യങ്ങളുമൊക്കെ നാട്ടുകാർക്ക് പിടികിട്ടുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് ഇത്തരത്തിൽ ഒരു ക്രൂരത ആ കുട്ടിയോട് ചെയ്തത്. ഇതിനു മുൻപ് ഇയാൾ ഈ ഹോമോസെക്ഷുവാലിറ്റി അത്തരത്തിൽ പ്രകൃതിവിരുദ്ധമായ കാര്യങ്ങൾ ഏതെങ്കിലും കുട്ടിയോട് ചെയ്തിട്ടുണ്ടോ എന്നതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം ഇയാൾ 6 മാസത്തോളം സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ, അയാൾ എവിടെ പോയെന്ന് സമൂഹത്തിൽ ആർക്കും പറഞ്ഞുകൂടാ. അങ്ങനെ അജ്ഞാതവാസം കഴിഞ്ഞു വരുന്ന അയാൾ എവിടെ പോയി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇതിനു മുൻപ് ഇത്തരത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നത് തീർച്ചയായും അന്വേഷണ പരിധിയിൽ എത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നു. ഇതിൽ വഴിത്തിരിവാകുന്ന ഒരു CCTV ക്യാമറയാണ്. 6/8 ഇയാൾ ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ഉദ്യമത്തിൽ കുട്ടിയെ തിരഞ്ഞിറങ്ങിയവരോടൊപ്പം കൂടിയ ഇയാൾ അവർക്ക് മുൻപിലൊക്കെ നിസ്സഹായമായ നിഷ്കളങ്കമായ ഒരു ഭാവമാണ് ഇയാൾക്കുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഒരു CCTV ക്യാമറയിൽ ഇവർ രണ്ടുപേരും കൂടി, ഈ കുട്ടിയും ജോജോയും കൂടി പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മയോട് ഈ മരണപ്പെട്ട കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുമ്പോൾ സമീപത്തെ വീട്ടിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, ഈ മരണപ്പെട്ട കുട്ടി ജോജോ ചേട്ടനോടൊപ്പം ആ ഒരു സ്ഥലത്തേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനം, ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന ജലാശയത്തിന് സമീപത്തേക്ക് തിരച്ചിലിനായി വന്ന സമീപവാസിയായ ഒരു സ്ത്രീ കാണുന്ന ഒരു കാഴ്ച, ഇയാൾ ഈ ഒരു ജാതി മരത്തിൻ്റെ പൊക്കത്ത് നിന്ന് പെട്ടെന്ന് ചാടി താഴേക്ക് ചാടുന്നു. ഇയാളുടെ കയ്യിൽ ഒരു ജാതിയുണ്ട്, അപ്പോൾ ജാതിക്കാതെ തിന്നുകയായിരുന്നു. ആ ഒരു പ്രദേശത്ത് നിന്ന് തന്നെയാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ പെരുമാറ്റത്തിൽ മുൻപിലുള്ള ഇയാളുടെ പശ്ചാത്തലം കൂടി കണക്കാക്കി ഈ സേതുമോൻ ചിറ്റോത്ത് എന്ന വാർഡ് മെമ്പർ പോലീസിനോട്, മാള SI CK സുരേഷാണ്, അദ്ദേഹത്തോട് തൻ്റെ സംശയം പ്രകടിപ്പിക്കുന്നു. ഇയാളുടെ സംശയമുണ്ടെന്ന് ഒരു ഊഹം മാത്രമാണ്. അങ്ങനെ ഒരു കാര്യം SIയോട് പറയുമ്പോൾ SI
പോലീസുകാരോടൊപ്പം ഇയാളെ വിളിച്ച് മാറ്റി നിർത്തി ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾക്ക് നിരസിക്കാൻ പറ്റുന്ന കാരണങ്ങളൊന്നുമില്ല. കാരണം ജാതിമരത്തിൽ നിന്ന് ചാടി വന്നത് കണ്ട സ്ത്രീ, CCTV വിഷ്വല്, അതിനകത്ത് 6-8-ന് ഈ കുട്ടി ജോജോയോടൊപ്പം ഉല്ലസിച്ച് വളരെയധികം ആഹ്ലാദത്തോടെയാണ് ആ കുട്ടി ഇയാളോടൊപ്പം പോകുന്നത്. അതിനുശേഷം കാണുന്നത് ഈ കുട്ടിയുടെ ജഡമാണ്. അങ്ങനെ ഒരു അവസരത്തിൽ ഇയാൾക്ക് നിഷേധിക്കാൻ തക്ക ഒരു കാര്യവുമില്ല. അത് കഴിഞ്ഞിട്ട് നിഷേധിച്ചില്ലല്ലോ. ഈ ഒരു സംഭവം നടന്നു, പിടിക്കപ്പെട്ടു, പ്രതി കുറ്റസമ്മതം നടത്തി, ഒരു പശ്ചാത്താപത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാതെയാണ് അയാൾ പോലീസിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കുന്നു പറയുമ്പോൾ ആ കൃത്യം താനാണ് ചെയ്തതെന്ന് വലിയ അഭിമാനത്തോടെയാണ് അയാൾ പറയുന്നത്. അത് കണ്ടു നിൽക്കുന്ന നാട്ടുകാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പൊതുവെ ഒരു ഗ്രാമപ്രദേശമാണ്. ആ ഒരു ഗ്രാമപ്രദേശത്ത് നമ്മുടെ പട്ടണങ്ങളിലൊന്നും കാണപ്പെടാത്ത ഒരു ഐക്യം ഗ്രാമപ്രദേശങ്ങളിലെ കുടുംബങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്കിടയിൽ കളിച്ചു വളർന്ന ഒരു 6 വയസ്സുകാരൻ UKG വിദ്യാർത്ഥി അതിക്രൂരമായ രീതിയിൽ ഒരു പ്രകൃതി വിരുദ്ധ ഹോമോസെക്ഷുവലായ ഒരാളാൽ കൊല്ലപ്പെടുമ്പോൾ അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർക്കൊക്കെ സ്വന്തം മകനായി തന്നെ കരുതുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതാണ് പോലീസ് അന്വേഷണത്തിൽ പോലീസിൻ്റെ ഈ പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിനിടെ അത്രയ്ക്ക് ജനരോഷമുണ്ട്. അത് ഈ ആലുവയിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സംഭവം ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്. ഒരു 6 വയസ്സുകാരിയെ തന്നെ അസ്ഫ കാലം എന്ന ഒരു അസം സ്വദേശി ചോക്ലേറ്റ് നൽകി പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുന്നു, പിന്നീട് പീഡിപ്പിച്ച് കൊലപ്പെടുന്ന ഒരു സംഭവം അടുത്തിടെയാണ് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചത്. അതിൻ്റെ ഒരു ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ കറക്ഷണൽ ഹോമിൽ 6 മാസത്തോളം കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരാൾ പിന്നീട് വീണ്ടും നാട്ടിലിറങ്ങി ഇത്തരത്തിലൊരു അതിനേക്കാൾ ഭയാനകമായൊരു കൃത്യം ചെയ്തു വെക്കുമ്പോൾ ഇയാൾ എന്തിനാണ് ഈ കറക്ഷണൽ ഹോമിൽ പോയത്? നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ജുവനൈൽ JJ ആക്ട് പ്രകാരം ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന ഒരാൾ പുനർവിചിന്തനത്തിന് വിധേയമായില്ലെങ്കിൽ പിന്നീട് ആ ഒരു തടവ് കൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ തീർച്ചയായും ചിന്തിക്കപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും ഈ കുട്ടിയുടെ ശരീരത്തിൽ ഇയാൾ ചവിട്ടിത്താഴ്ച അടക്കം 3ഓളം പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന വിവരം. അതിനുശേഷം എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ പ്രാഥമികമായിട്ടുള്ള ഒരു മരണകാരണം എന്ന് പറയുന്നത് ചെളിവെള്ളത്തിൽ നിന്നുള്ള വെള്ളം ശ്വാസകോശത്തിൽ പ്രവേശിക്കുകയും അതുവഴി ഉണ്ടായ ശ്വാസം തടസ്സവുമാണ് മരണകാരണമെന്നാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിച്ചു.